നമസ്കാരം, തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം MGM ഹൈപ്പർ മാർക്കറ്റ് മംഗലം. വിലക്കുറവ് ജനമറിഞ്ഞത് MGM മാളിലൂടെ. MGM ഹൈപ്പർ മാർക്കറ്റ് മംഗലം. ജനകീയ കൂട്ടായ്മയുടെ വിജയത്തിന്റെ വിളംബരമായി തിരൂർ മംഗലത്ത് കരിമീൻ കൃഷി വിളവെടുപ്പ്. പിടയ്ക്കുന്ന കരിമീൻ വാങ്ങാൻ ആളുകൾ ഒഴുകിയെത്തിയതോടെ മംഗലം തിരുത്തുമില്ലിലെ വിളവെടുപ്പ് നാടിനും നാട്ടുകാർക്കും ഉത്സവമായി. വിളവെടുപ്പ് ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. അൻപതോളം കുടുംബങ്ങൾ ഒന്നു ചേർന്നുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തിൽ ജലാശയത്തിൽ സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉൾനാടൻ ജല ആവാസ വ്യവസ്ഥ സംയോജിത മത്സ്യവിഭവ പരിപാലന സ്കീം പ്രകാരം മത്സ്യം വളർത്തിയിരിക്കുകയാണ്. പ്രധാനമായും കരിമീനും ചെമ്പല്ലിയുമാണ് ഇവിടെ വളർത്തിയത്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇത് പരിപാലിക്കാനും അതിനുശേഷം അതിൻ്റെ വിളവെടുപ്പ് നടത്താനും സാധിച്ചു എന്നുള്ളത് ഈ പ്രദേശത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാന പ്രശ്നം മത്സ്യസമ്പത്ത് വലിയ രീതിയിൽ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. അത് പ്രധാനമായും കാലാവസ്ഥാ വ്യതിയാനം മൂലമാണ് കടലിൽ മത്സ്യസമ്പത്ത് കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മത്സ്യസമ്പത്ത് ആവശ്യത്തിനനുസരിച്ച് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത് ജനങ്ങൾക്ക് കിട്ടേണ്ട പ്രോട്ടീൻ, പോഷകാഹാരം കൃത്യമായി ലഭ്യമാക്കാൻ എന്നുള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ കഴിയുന്നത്ര സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ടുള്ള പുഴ, കടൽ പോലുള്ള സ്ഥലങ്ങൾക്കപ്പുറം മറ്റുള്ള അനുയോജ്യമായ സ്ഥലങ്ങളിൽ കൂടി മത്സ്യം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കടലിൽ തന്നെ ധാരാളം മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 10-25 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ ഇറക്കി വിടുമ്പോൾ അത് വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യം പിടിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഉദ്ദേശം കൂടുതൽ പോഷകാഹാരമുള്ള ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം കൂടി കൈവരിക്കാനാണ് ഇത് ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും ലാഭകരമായി ഇത്തവണ നമുക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർഷകരൊക്കെ തന്നെ വളരെ ആവേശത്തിൽ ഇവിടെ ഉണ്ട്, പ്രത്യേക യൂണിഫോമൊക്കെ അണിഞ്ഞിട്ടുണ്ട്. വലിയ സന്തോഷമാണ്, കാരണം ഒരു കാലത്തിന് ശേഷം ഒരു മീനിനെ പിടിച്ചതാണ്. അപ്പോൾ ഇതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ 2-3 കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായത്. ഈ തിരുത്തമ്മല കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഇതിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. വലിയൊരു ഐക്യമാണ് അവർക്കുണ്ടായത്. അവരൊന്നിച്ചാണ് ഇത് വളർത്തുന്നത്. അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. കാരണം അവർക്ക് എല്ലാ വീടുകാർക്കും ഒരു തൊഴിലായി, ആവശ്യത്തിനുള്ള കാര്യങ്ങളായി, അതോടൊപ്പം തന്നെ പരസ്പരം എപ്പോഴും സംസാരിക്കാനും പുഴവക്കിലിരിക്കാനും ആ സൗഹൃദം പുതുക്കാനും അതൊരു വലിയ കാര്യം. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഒന്നിച്ചിരിക്കുക, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, ഒന്നിച്ച് അധ്വാനിക്കുക, സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ ഒന്നിച്ച് പങ്കുചേരുക. ഇതാണ് നമ്മുടെ സംസ്കാരം. അപ്പോൾ ഇതെല്ലാം ഒന്നു ചേർന്ന ഒരു പ്രത്യേക ഒരു പദ്ധതിയായി ഇത് മാറി. ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ എൻ്റെ അഭിവാദ്യങ്ങൾ നേർന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശത്തിലെ ആളുകൾ, ഇതിനായിട്ട് മുന്നിട്ടിറങ്ങിയ കർഷകർ, അവരെയാണ് ആദ്യം അനുമോദിക്കേണ്ടത്. പിന്നീട്
അതിന്റെ കൂടെ തന്നെ നമ്മുടെ വകുപ്പുകൾ കൂടെ നിന്നു ബഹുമാനപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് MLA തുടങ്ങിയ ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെ തിരൂർ പൊന്നാനി പുഴയുടെ കൈത്തോടായ കുറുകത്തോട്ടിൽ 45 കുടുംബങ്ങൾ ചേർന്നാണ് കരിമീൻ കൃഷി ഇറക്കിയത്. 3 ഹെക്ടറിൽ 30,000 കരിമീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചായിരുന്നു കൃഷി. ഉദ്ഘാടന ചടങ്ങിൽ KT ജലീൽ MLA അധ്യക്ഷത വഹിച്ചു. ഉൾനാടൻ ജല ആവാസ വ്യവസ്ഥയിൽ സംയോജിത മത്സ്യവിഭവ പരിപാലനം അതിന്റെ വിളവെടുപ്പിലേക്ക് കടക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇതിന്റെ വിത്തുൽപാദന വിതരണം നമ്മൾ തന്നെയാണ് നിർവഹിച്ചത് അല്ലേ? ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും നമ്മളുടെ പഞ്ചായത്ത് പ്രസിഡന്റും ഗോപിയേട്ടൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികള്, സാമൂഹ്യ പ്രവർത്തകര്, പഞ്ചായത്ത് അംഗങ്ങള് അവരുടെ എല്ലാം സാന്നിധ്യത്തിൽ നമ്മളാണ് നിർവഹിച്ചത്. അന്നും നല്ല ജനക്കൂട്ടമുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. അതിന്റെ വിളവെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. ഇന്നും ഇവിടെ നല്ല ജനക്കൂട്ടം ഉണ്ടായിട്ടുണ്ട്. വാങ്ങല് അവ ഞാൻ തന്നെ വാങ്ങാം, നാട്ടുകാർക്ക് നിങ്ങൾ എത്ര പൈസക്കാണോ അത് കൊടുക്കുന്നത് അതേ വിലക്ക് ഒരു 2 കിലോ ഞാൻ തന്നെ വാങ്ങി പോകാമെന്നാണ് കരുതുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ ഇങ്ങനെ ഒരു മത്സ്യകൃഷി ഉണ്ടായതും അതതിന്റെ വിളവെടുപ്പിലേക്ക് നീങ്ങിയതും വളരെ സന്തോഷകരമായിട്ടുള്ള ചാരിതാർത്ഥ്യജനകമായിട്ടുള്ള കാര്യമാണ്. ഒരു നാടിന്റെ സ്നേഹവും സൗഹൃദവും ഈ മത്സ്യങ്ങളിൽ ഓരോ മത്സ്യത്തിലും ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് ഇത് എനിക്ക് വാങ്ങാൻ തോന്നിയത്. അത് മത്സ്യം മാത്രമല്ല, ഈ പ്രദേശത്തുകാരായിട്ടുള്ള മുഴുവൻ ജനങ്ങളുടെ മതജാതി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളുടെയും അധ്വാനത്തിന്റെ ഒരു പങ്ക് ഓരോ മത്സ്യത്തിലും ഉണ്ടാകും. അത് സ്നേഹത്തിന്റെ ഒരു നമ്മളുടെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് പോലെയാകും. അതുകൊണ്ടാണ് ഇതെല്ലാവരും വാങ്ങി ഈ സംരംഭം വിജയിപ്പിക്കണം. നമുക്കിത് തുടർന്നു കൊണ്ടുപോകണം. ഈ സംവിധാനം നിലനിർത്തി വ്യത്യസ്തങ്ങളായിട്ടുള്ള മത്സ്യങ്ങൾ വളർത്തി നമ്മളുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരു ഉപജീവന മാർഗം എന്നുള്ള നിലയിൽ കൂടി ഇതിനെ നമുക്ക് ഭാവിയിലും തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടതെല്ലാം നാട്ടുകാർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തരിശായി കിടക്കുന്ന പൊതുജലാശയങ്ങൾ ഉപയോഗപ്പെടുത്തി മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തോട്ടിൽ കരിമീൻ കൃഷി ആരംഭിച്ചത്. ഇതിലൂടെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ മത്സ്യകൃഷി കൂട്ടായ്മയാണ് മംഗലത്ത് പിറന്നത്. കുറുകത്തോട്ടിന്റെ മത്സ്യകൃഷി സാധ്യത അധികൃതർ തിരിച്ചറിയുകയും അത് നാട് ഏറ്റെടുക്കുകയും ചെയ്തതോടെ പദ്ധതി വൻ വിജയമായി മാറുകയായിരുന്നു. മത്സ്യം വാങ്ങാനും കാണാനും ആളുകൾ ഒഴുകിയെത്തിയതോടെ വിളവെടുപ്പ് നാടിന് നവ്യാനുഭവമായി. 70 വയസ്സുകാർ മുതൽ മംഗലത്തെ കൂട്ടായ്മയിൽ അംഗമാണ്. തോട്ടിൽ പ്രത്യേക കൂട് സ്ഥാപിച്ച് അതിലാണ് കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. 6 മാസമായി ഊണും ഉറക്കവുമില്ലാതെ നടത്തിയ മത്സ്യകൃഷി വൻ വിജയമായതിന്റെ സന്തോഷത്തിലാണ് കർഷകർ. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ, മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി, വൈസ് പ്രസിഡന്റ് K പാത്തുമ്മക്കുട്ടി, സ്ഥിരം സമിതി അധ്യക്ഷൻ KT റാഫി മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിഷ രാജീവ്, സലീം പാഷ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആഷിഖ് ബാബു, എക്സ്റ്റൻഷൻ ഓഫീസർ F ഷിജി തുടങ്ങിയവർ പ്രസംഗിച്ചു. ജനകീയ കൂട്ടായ്മ പ്രസിഡന്റ് അഖിലേഷ്, സെക്രട്ടറി ശ്രീനിവാസൻ, ട്രഷറർ മാധവൻ, പ്രവർത്തകരായ അഷറഫ്, കിഷോർ, സുബ്രഹ്മണ്യൻ, ഗോപാലൻ, ഗിരീഷ്, ആനന്ദൻ, അബൂബക്കർ, രാഘവൻ, അജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തുഞ്ചൻ മീഡിയ. മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് MGM മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു. റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് MGM ഹൈപ്പർ മാർക്കറ്റ്. ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം MGM ഹൈപ്പർ മാർക്കറ്റ് മംഗലം. വിലക്കുറവ് ജനമറിഞ്ഞത് MGM മോളിലൂടെ. MGM ഹൈപ്പർ മാർക്കറ്റ് മംഗലം.